ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. നാം ഈ ലോകത്ത് ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ആണ്ടുപോകണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്, അഥവാ ഉയർപ്പിൻ്റെ ജീവിതം നയിക്കണമെന്നാണോ? പ്രഘോഷണങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് രണ്ട് മാർഗങ്ങളാണ്. ഒന്ന്, സങ്കടങ്ങളും ക്ലേശങ്ങളും ഒക്കെ സഹിച്ച് ക്ഷമയോടെ സഹിച്ച് ഈ ലോകത്ത് ദുരിതത്തിലാണ്ട് അങ്ങനെ നിങ്ങൾ മരിക്കുമെങ്കിൽ നിങ്ങൾക്കൊരു സ്വർഗം കിട്ടുമെന്ന് ഒരു പ്രഘോഷണം. വേറൊരു ഭാഗത്ത് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കുക, എല്ലാം ദൈവം നിങ്ങൾക്ക് നിറവേറ്റിത്തരും, ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും ക്രിസ്തുമാർഗത്തിലാണെങ്കിൽ. യഥാർത്ഥത്തിൽ ഏതാണ് വഴി? ഈശോ വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 24-ാം തിരുവചനത്തിൽ, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അപ്പോൾ ക്രിസ്തു അനുഗമനം കഷ്ടതകളുടെ വഴിയാണെന്നാണ് അവിടെ പറയുക. നിങ്ങൾ ഭാരങ്ങൾ വഹിക്കണം, സ്വയം ഉപേക്ഷിക്കണം. ഗലാത്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ വചനം പറയാണ്, ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും. വീണ്ടും ഗലാത്യ ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ പരസ്പരം ഭാരം വഹിക്കണം. അപ്പം ഭാരം വഹിക്കുന്നതാണ് ജീവിതം, ക്ലേശപൂർണ്ണമാണ് ജീവിതം എന്ന കാര്യം ഉറപ്പാക്കുകയാണ്. വേറൊരു ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ ക്ലേശങ്ങളൊക്കെ എടുത്തു മാറ്റപ്പെടും, നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്കെല്ലാം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് സമ്പത്ത് നിങ്ങളുടെ മേൽ വർഷിക്കുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സാകും, നിങ്ങൾ അധ്വാനിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ മാത്രം മതി, ഏത് പ്രതിസന്ധിയും തീരുമെന്നാണ് ഒരു ഭാഗത്തെ പാഠം. ഏത് വഴിയാണ് സഞ്ചരിക്കേണ്ടത്? ഒരു യുവ സുഹൃത്ത് എനിക്കത് ചോദിക്കുകയുണ്ടായി, ഏത് വഴിയെ പോകണം? ഒരു ഭാഗത്ത് സഹനങ്ങളൊക്കെ നന്മയായി മാറുമെന്ന് പറയുന്നു, വേറൊരു ഭാഗത്ത് നിങ്ങൾ ചോദിക്കുക എല്ലാം തരുമെന്ന് പറയുന്നു. അപ്പോൾ സഹനത്തിൻ്റെ സുവിശേഷവും സമ്പത്തിൻ്റെ സുവിശേഷവും നിങ്ങളുടെ മുമ്പിലുണ്ട്, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു സംശയം. വാസ്തവത്തിൽ യേശു കുരിശു വഹിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഭാരമുള്ളൊരു കുരിശു വഹിക്കുന്ന ക്രിസ്തുവിനെയും ആ കുരിശുമായി കാൽവരിയിൽ പോയി മരിക്കുന്നൊരു ക്രിസ്തുവിനെയുമാണ്. ആ കാൽവരിയിൽ പോയി മരിക്കുന്ന ക്രിസ്തു ഉദ്ധാനം ചെയ്യുന്നുണ്ട്. ഈ ഉദ്ധാനത്തിലേക്കും കൂടിയാണ് നമ്മെ വിളിക്കുന്നത്. കുരിശുമായി പിന്നാലെ വരാൻ പറയുന്നത്, സഹനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയുന്നത് നാശത്തിലേക്ക് പോകാനല്ല, ഒരു മരണത്തിൽ അവസാനിപ്പിക്കാനല്ല, ഒരു ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാനാണ്. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 23-ാം തിരുവചനത്തിൽ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രവചനം നടത്തുമ്പോൾ ക്രിസ്തു ഈ കാര്യം പറയുന്നുണ്ട്, അവരെന്നെ വധിക്കും, കുരിശിൽ താൻ മരിക്കപ്പെടും എന്ന കാര്യം അറിയുമ്പോൾ ശിഷ്യന്മാർ ദുഃഖത്തിലാണ്ടുപോയി. അതിനുശേഷമുള്ള കാര്യമൊന്നും അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ മനസ്സിൽ തങ്ങളുടെ ഗുരുവായ രക്ഷകനായ കൂടെയുള്ള കർത്താവ് മരിക്കാൻ പോവുകയാണ്, അവൻ വധിക്കപ്പെടാൻ പോവുകയാണ്. അതോടെ അവരുടെ ജീവിതത്തിൽ അന്ധകാരം പരക്കുന്നു. മരണത്തിനപ്പുറമുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരുവനാണ് കൂടെയുള്ളതെന്ന ബോധ്യത്തിൽ സന്തോഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ സങ്കടത്തിലാണ്ടു പോകുന്നു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം മരണത്തിലേക്കല്ല വിളിക്കപ്പെടുന്നത്, നാം വിളിക്കപ്പെടുന്നത് നിത്യതയിലേക്കാണ്, ഉയർപ്പിലേക്കാണ്, ഉദ്ധിതമായൊരു ജീവിതത്തിലേക്കാണ്. മരണത്തിലേക്കല്ല നാം വിളിക്കപ്പെടുന്നത്. സഹനങ്ങൾ എന്ന് പറയുന്ന ഈ ലോകത്തെ ക്ലേശങ്ങൾ വാസ്തവത്തിൽ ലോകത്തെ 800 കോടി മനുഷ്യരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യപ്രകൃതം സഹനങ്ങളുടെ വഴിയിലാണ്. ഈ ലോകം നശ്വരമാണ്, നമുക്ക് തന്നെ അറിയാം, ഒന്നും നിലനിൽപ്പുള്ളതല്ല. ഈ ഭൂമിയിൽ സ്ഥായി ഭാവമുള്ളതൊന്നുമില്ല. പ്രകൃതി നശ്വര പ്രകൃതമാണ്. അതുകൊണ്ട് എല്ലാം നാശോന്മുഖമാണ്, ക്ഷയോന്മുഖമാണ്. അക്ഷയത്വം എന്നുള്ളത് ഇതിനകത്തു നിന്ന് എങ്ങനെ നമുക്ക് ആർജിക്കാനാവുമെന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടത്. സമ്പത്ത് നേടാനുള്ള പ്രാർത്ഥനകൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? ഈ ലോകം സുഖകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെയാണ്? ആരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തുള്ളവ അനുഭവിച്ച് സന്തോഷത്തിലും സുഖത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? നിത്യമായൊരു പ്രകാശത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരാണ്, നിത്യത എന്നതിനെ ഗൗരവമായി എടുക്കാത്തവർ, അജ്ഞരായ ആളുകൾ. നമ്മൾ യേശുക്രിസ്തുവിൽ മുദ്രിതരാണ്, നമ്മൾ അറിവിൽ മുങ്ങിയവരാണ്. ഇമേഴ്സിംഗ് നോളജ്. എന്താണ് അറിവ്? ഈ ലോക ജീവിതം നശ്വരമാണെന്നും അനശ്വരമായൊരു പ്രത്യാശയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നതെന്നുമാണ് ജ്ഞാനം. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നവരല്ല നമ്മൾ. 4 കാര്യങ്ങളാണ് ജ്ഞാനിയുടെ ലക്ഷണം. എവിടെ നിന്ന് വരുന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു, ആരാണ് നീ? 4 കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരാൾ ജ്ഞാനിയാണെന്ന് പറയാം. ഈ അറിവിൻ്റെ അന്വേഷണമാണ് നമ്മുടെ ജീവിതം കൊണ്ടൊക്കെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലൂടെയും നാം പഠിക്കുന്നത് അതാണ്. ഇപ്പം സമ്പത്തുണ്ടാക്കുന്നതാണ് പ്രധാന കാര്യമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാൾ സമ്പത്തുണ്ടാക്കുന്നു, ആ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു. ആ സമ്പത്ത് കുമിഞ്ഞു കൂടിക്കഴിഞ്ഞിട്ട് ഒടുവിൽ അയാൾ തിരിച്ചറിയുന്നൊരു കാര്യം, സമ്പത്ത് ഗുണകരമല്ല എന്നൊരു കാര്യമാണ്.
സമ്പത്ത് കയ്യിൽ ഒതുക്കി വെച്ച് ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യവും ഉള്ള ഒരാൾ അവസാനം തിരിച്ചറിയുന്നത് സമ്പത്ത് ഗുണകരമല്ലെന്നൊരു കാര്യമാണ്. സമ്പത്ത് നഷ്ടം ലാഭകരമായൊരു കാര്യമാണെന്നാണ്. ഞാനൊരു കഥ നിങ്ങളോട് പറയാം. ഒരു ജീവിതാനുഭവമാണ്. ഞാനൊരു അഡ്വക്കേറ്റിൽ നിന്ന് 20,000 രൂപ കടം വാങ്ങി, പലിശയ്ക്ക് വാങ്ങിയതാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഞാൻ പണ്ട് ഫർണിച്ചർ വർക്ക്ഷോപ്പുള്ള കാലത്ത് കടം വാങ്ങി. അപ്പോൾ അദ്ദേഹം എനിക്ക് 20,000 രൂപ തന്നപ്പോൾ അതിനുശേഷം ഒരു ഓർഡർ തന്നു. കട്ടിലിനുള്ള ഓർഡറാണ്. സാമ്പത്തികമായി വളരെ ഞെരുക്കമുള്ള, അത്യാവശ്യം രോഗാവസ്ഥയൊക്കെയുള്ള ഒരു കാലമാണ്. എനിക്ക് അത് സമയത്ത് പണിതീർത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹവും ഞാനുമായി തെറ്റി. അദ്ദേഹം പൈസ ചോദിച്ചു. ഈ പലിശയ്ക്ക് തന്ന പണവും തിരികെ ചോദിച്ചു. എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് അവസാനം കേസായി. ഇങ്ങനൊരു കേസ് ഉള്ളതായിട്ട് അറിയാതെ ഞാൻ ജീവിക്കുകയാണ്. ഞാൻ ജീവിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ അരികിൽ തന്നെയായിരുന്നു, നാട്ടിൽ തന്നെ ജീവിക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഈ പണം തിരികെ കൊടുക്കണം. അങ്ങനെ ഒരിക്കൽ പകുതി പണം 20,000 രൂപ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. 10,000 രൂപയായിട്ട് ഞാൻ ഈ അഡ്വക്കേറ്റിനെ കാണാൻ ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു കള്ളനല്ല, തെണ്ടിയാണ്. ഒരു തെണ്ടിയായി പരിഗണിക്കണം. അതുകൊണ്ട് എൻ്റെ കയ്യിൽ വാങ്ങിയ പണം തിരികെ തരാനില്ല. എൻ്റെ കയ്യിലുള്ളത് 10,000 ഉള്ളൂ. ഇത് വാങ്ങിച്ച് എന്നോട് ക്ഷമിക്കണം. അദ്ദേഹത്തിനോട് ഇരിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഞാൻ മാനസാന്തരപ്പെട്ടിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പലിശയ്ക്ക് കൊടുത്ത് ശീലമുള്ള ഒരാളല്ല. ഭാര്യയുടെ കുടുംബവകയായി കിട്ടിയൊരു സ്വത്തിൻ്റെ ഭാഗം കയ്യിൽ വന്നപ്പോൾ, കുറേ പണം ഒന്നിച്ചു വന്നപ്പോൾ എന്ത് ചെയ്യണം അതുകൊണ്ടെന്ന് ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ചൊരു തൊഴിലും വേറെ അറിയില്ല. ഒന്നും തുടങ്ങാനും താല്പര്യമില്ല. 2 ആൺമക്കളാണുള്ളത്, അവർ പഠിക്കുകയുമാണ്. അപ്പോൾ എന്ത് ചെയ്യണം ഈ പണം കൊണ്ടെന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് നിങ്ങളിങ്ങനെ ഒരു പണത്തിൻ്റെ ആവശ്യം പറഞ്ഞത്. എങ്കിൽ ഒരു പലിശ ഏർപ്പാട് ആരംഭിക്കാം എന്ന് കരുതിയാണ് നിങ്ങൾക്ക് ഞാൻ 20,000 രൂപ തന്നത്. ഞാൻ സ്ഥിരം പലിശക്കാരനല്ല. നിങ്ങൾക്ക് തന്നു, നിങ്ങളത് തിരിച്ചു തന്നില്ല. അതോടുകൂടി പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാട് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, ഭാര്യയും മരിച്ചു. ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയിട്ട് ഞാൻ കഞ്ഞി വയ്ക്കും. പെങ്ങൾ തന്നു വിട്ടിട്ടുള്ള അച്ചാർ ഇരിപ്പുണ്ട്. ആ അച്ചാർ അല്പം കൂട്ടി കഞ്ഞി കുടിക്കും. മക്കൾ 2 പഠിക്കുകയാണ് ബാംഗ്ലൂരിൽ. കൂടെ ആരുമില്ല. കാറ് കിടപ്പുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ അറിയില്ല. ബസ്സിൽ യാത്ര ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി യൂറിൻ പാസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ആ വഴിക്ക് നീങ്ങാൻ സാധ്യമല്ല. പുറത്തെങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു തടവിൽപ്പെട്ടതുപോലെ ഞാൻ ഈ മുറിക്കകത്ത് കഴിയാണ്. വളരെ നാളുകൂടിയാണ് ഒരാൾ എന്നെ കാണാൻ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വഴിയാണ് എനിക്ക് കാട്ടിത്തന്നത്. ഇതിലൊന്നും അർത്ഥമില്ല, ഇതൊന്നും എനിക്ക് ഉപകാരപ്പെടുന്നില്ല. ഞാൻ അദ്ദേഹത്തോട്, എന്നോട് ക്ഷമിക്കണം, കരുണ കാണിക്കണം, എനിക്കെതിരെ നിങ്ങൾ കേസ് ഫോർവേഡ് ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല, ഞാനത് സഹിച്ചോളാം, പക്ഷേ ഇത് വാങ്ങണം നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ പിടിക്കാനായി ഒരു പോലീസുകാരനെ പ്രത്യേകം ചുമതലപ്പെടുത്തി നാട്ടിൽ തന്നെ താമസിപ്പിച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒളിക്കണം. ഞാൻ പറഞ്ഞു, ഒളിക്കുന്നില്ല, പിടിക്കണമെങ്കിൽ പിടിക്കട്ടെ. അദ്ദേഹം ആ കേസ് പിൻവലിച്ചു. എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ആ മനുഷ്യനോട് പറഞ്ഞു, നന്നായി വരും, ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരാൾ അയാളുടെ ജീവിതാന്ത്യത്തിൽ സമ്പത്തൊക്കെ കൈവശമുണ്ടായിട്ടും അതൊന്നും ഉപകാരപ്പെടാതെ ഒരു മുറിക്കകത്ത് ഒരു ഗ്ലാസ് അരിയിട്ട് കഞ്ഞി വെച്ച് 2 നേരം കുടിച്ച് ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ, എല്ലാം ഉണ്ട്, വണ്ടിയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും ഉപയോഗിക്കാൻ കഴിയാതെ ജീവിക്കാൻ. സമ്പത്ത് ഒരു പരിപൂർണതാ മാർഗമാണെങ്കിൽ നിശ്ചയമായും സമ്പത്ത് നമ്മെ രക്ഷിക്കുന്ന ഒന്നായി മാറണം. രോഗം വരുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ തടഞ്ഞു നിർത്താൻ കെൽപ്പുള്ള ഒന്നായിട്ട് മാറണം. സമ്പത്ത് ആർജിക്കാൻ നമുക്ക് കഴിയും, പക്ഷെ സമ്പത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം സമ്പത്ത് നമ്മൾ ആർജിച്ചത് മാത്രമാണ്, നമ്മുടെ താഴെ നിൽക്കുന്ന ഒന്ന് മാത്രം. സമ്പത്തായാലും കടമായാലും അത് നമ്മളുടെ സൃഷ്ടി മാത്രമാണ്, അത് നമ്മെക്കാൾ വലുതല്ല. അതുകൊണ്ട് സമ്പത്തുണ്ടാകുമ്പോൾ അതിൽ അഹങ്കരിക്കുന്നതിലും അർത്ഥമില്ല, സമ്പത്തില്ലാതെ പോകുമ്പോൾ, കടബാധ്യതയിലാകുമ്പോൾ അതിൽ ദുഃഖിക്കുന്നതിലും കാര്യമില്ല. സമ്പത്ത്
താഴുന്ന ഒരു കാര്യമാണ്. നമ്മളാണ് മുന്നിൽ. ദൈവത്തിന് പരമപ്രധാനമായത് നമ്മളാണ്. നമ്മൾ ചെയ്യുന്ന ആർജിച്ചെടുക്കുന്നവയല്ല ദൈവത്തിന് മുമ്പിൽ വലുത്. നമ്മളാണ് ശ്രേഷ്ഠരായത്. അമൂല്യമായി ദൈവം കാണുന്നത് നമ്മളെയാണ്. വിലയില്ലാത്തവരായി നിങ്ങൾ ലോകത്ത് കാണപ്പെട്ടേക്കാം, പക്ഷേ ദൈവസന്നിധിയിൽ അമൂല്യം എന്നതിന് മൂല്യം നിർവചിക്കാനാവാത്ത ഒന്ന് എന്നുകൂടി അർത്ഥമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു മൂല്യമില്ലാത്ത ആളായി പോകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മൂല്യം ഉണ്ടാകുന്നുണ്ട്. അമൂല്യമായ ഒന്നാണ് നിങ്ങൾ. സമ്പത്തിന് അങ്ങനെ നമ്മൾ രക്ഷിക്കാൻ സാധ്യമല്ല. ലോകത്തെ സുഖഭോഗങ്ങൾക്ക് രക്ഷിക്കാൻ സാധ്യമല്ല. നമ്മൾ നേടുന്നതിനൊക്കെ നശ്വര പ്രകൃതിയുണ്ട്. അതൊന്നും നിലനിൽക്കുന്ന കാര്യമല്ല. അപ്പം അതുകൊണ്ട് നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നാം ദൈവത്തെ സമീപിക്കുന്നതെങ്കിൽ ആ നേട്ടങ്ങളൊന്നും നിലനിൽക്കുന്നവയല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും വഴി എങ്ങനെയാണ് ഗുണകരമാവുക? കഷ്ടതയും ക്ലേശവും സഹിച്ച് നമ്മൾ സങ്കടപ്പെട്ട് ദുഃഖിതരായി ലോകത്ത് ജീവിക്കണമെന്നല്ല. നമ്മൾ പോകുന്ന വഴി യഥാർത്ഥത്തിൽ ഉദ്ധാനത്തിലേക്കുള്ളതാണെന്ന് തിരിച്ചറിയണം. സമ്പത്ത് ഉണ്ടാകുമ്പോൾ തന്നെ ആ സമ്പത്ത് നമുക്ക് ഗുണകരമായി മാറ്റാൻ പറ്റും. സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും അവരന് വേണ്ടിയാണ് ദൈവം ഇതിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് ബോധ്യം ഉണ്ടായാൽ നിങ്ങൾ നേടുന്ന സമ്പത്ത്, അധ്വാനം മുഖേന നേടുന്ന സമ്പത്ത് ഗുണകരമായി ഭവിക്കും. അതുകൊണ്ട് സമ്പത്ത് നേടുന്നത് അപകടകരമല്ല. ആ നേടുന്നത് എന്തിനു വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അറിവ് നേടുന്നു. ആ അറിവ് നിങ്ങൾ എന്തിനു ഉപയോഗിക്കും? മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനാണ് നിങ്ങൾ അറിവ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ അറിവ് ദൈവസന്നിധിയിൽ ഗുണകരമായ ഒന്നായിട്ട് മാറും. അതേസമയം ആ അറിവ് നിങ്ങൾ പറയ്ക്കകത്ത് പൂഴ്ത്തിവെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പെട്ടിക്കകത്ത് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ആ അറിവ് ഗുണകരമല്ലാതായിട്ട് മാറും. നിങ്ങൾ ലോകത്ത് എല്ലാവർക്കും വേണ്ടിയാണെന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ പരസ്പരം ഭാരം വഹിക്കുന്നതിൽ നിങ്ങൾക്ക് ആനന്ദിക്കാൻ പറ്റും. ആ ഭാരം വഹിക്കുന്നത് സ്വർഗത്തിൽ ഗുണമുള്ള കാര്യമായിട്ട് മാറും. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് നേടുന്നവയൊക്കെ സ്വന്തം താല്പര്യങ്ങൾക്കായി മാറുമ്പോൾ അവയെല്ലാം അപകടകരങ്ങളായി മാറും. അവയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്ലേശങ്ങളുടെ വഴിയായാലും സമ്പന്നതയുടെ വഴിയായാലും ഒരേ സമയം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ക്രിസ്തുമാർഗമാണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ വിനിയോഗിക്കുന്നത്, നിങ്ങൾക്ക് ലഭിച്ച ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ഈ ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ വിനിയോഗിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരും. അപരോന്മുഖമായ ജീവിതമായിത്തീരും. ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കണ്ടെത്താനും ജീവിതത്തിൽ മുഴുവനും അവനെ ശുശ്രൂഷിക്കാനായി സ്വന്തം കഴിവും സമയവും ആർജിതമായ സകലതും വിനിയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പുരോഗമിക്കും. അതുകൊണ്ട് ക്ലേശങ്ങളെന്ന് പറയുന്നത് എന്താണ് അർത്ഥമാക്കുന്നതെന്നും സമ്പന്നതയുടെ ലോകം എന്താണ് അർത്ഥമാക്കുന്നതെന്നും തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ വഴിയെ നമുക്ക് ചരിക്കാൻ പറ്റുക. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവിൻ. പിന്നാലെ ചെല്ലാൻ പറയുന്നത് കുരിശിലേക്കാണ്, കഠിനമായ പീഡകളിലേക്കാണ്. ആ പീഡകളുടെ അവസാനം ഉദ്ധാനം എന്നൊരു സവിശേഷതയുണ്ട്. നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് മരണത്തിലേക്കല്ല, ഉദ്ധാനത്തിലേക്കാണ്. ക്രൈസ്തവ ജീവിതം നമ്മളെ വിളിക്കുന്നത് മരണത്തിലേക്കല്ല, നമ്മെ വിളിക്കുന്നത് ഉദ്ധാനത്തിലേക്കാണ്, ഉദ്ധാനത്തിൻ്റെ ജീവിതത്തിലേക്കാണ്. നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ക്ലേശങ്ങളുടെ വഴിയിലൂടെ പോകാൻ മാത്രമാണ് നമ്മുടെ വിധി എന്നാണ്. അതുകൊണ്ട് സമ്പന്നതയാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്, ആഗ്രഹമായി സൂക്ഷിക്കുന്നത്. ലോകത്ത് ക്ലേശങ്ങളാണ്. അതുകൊണ്ട് സമ്പന്നത നേടാൻ ദൈവത്തെ ഉപയോഗിക്കാം എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ പ്രത്യാശയുടെ വഴിയിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. നമ്മൾ നന്മയുടെ വഴിയിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ച് നിത്യമായ നാശത്തിലേക്കുള്ള വഴിയെ യാത്ര ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ദൈവം നമ്മെ വിളിക്കുന്നതിൻ്റെ അർത്ഥം? ഉദ്ധാനത്തിൻ്റെ ജീവിതം എന്താണ്? എന്താണ് ഉദ്ധാനത്തിൻ്റെ ജീവിതം നയിക്കാൻ നാം വിളിക്കപ്പെടുന്നു എന്ന് പറയുന്നതിലുള്ള അർത്ഥം? മരണശേഷം ഉണ്ടാകുന്നൊരു കാര്യമാണോ ഉദ്ധാനം? സാധാരണ നമ്മൾ വിചാരിക്കുന്നത് മരണത്തോടെ തനത് വിധി കഴിഞ്ഞ് പറുദീസയോ ശുദ്ധീകരണ സ്ഥലമോ നരകമോ മരണത്തിന് ശേഷം വിധി എന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ അയാളുടെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ മരിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചുകൊണ്ടാണ്. മാമോദീസ ഒരു മരണത്തിൻ്റെ അടയാളമാണ്. റോമർ ലേഖനം 6-ാം അധ്യായത്തിൽ 3, 4, 5 തിരുവചനങ്ങളിൽ വ്യക്തമായത് പറയുന്നുണ്ട്. നിങ്ങൾ മരിക്കുകയാണ്, ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയാണ്. അങ്ങനെ മരിച്ചൊരാൾക്ക് പിന്നെ മരണമില്ല. മരിച്ചൊരാൾ ഉദ്ധിതാവസ്ഥയിലാണ്.
മരിച്ച് ഉദ്ധാനം ചെയ്യപ്പെട്ട ജീവിതമാണ് നമ്മുടേത്. അതുകൊണ്ട് കൊളോസ്യർ 2:20 പറയും, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കൂ, പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാൽ നിങ്ങൾ ഇനി ലോകത്തിൽ നിന്ന് പറ്റി ജീവിക്കരുത്, സ്വർഗത്തിലുള്ളവയെ ലക്ഷ്യമാക്കി ജീവിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു മരണം നമുക്ക് സംഭവിക്കുന്നത് സ്വാഭാവികമായി നാം നമ്മെ തന്നെ ക്രിസ്തുവിനായി അർപ്പിക്കുമ്പോഴാണെന്നും അവനോടുകൂടെ മരിക്കുമ്പോഴാണെന്നും തിരിച്ചറിയണം. അങ്ങനെ മാമോദീസ വഴി മരിച്ചവരാണ് നമ്മൾ. മരിച്ച് വീണ്ടും ജനിക്കുകയാണ്, സ്വർഗത്തിലെ ജീവിതം ആരംഭിക്കുക. ഉയർപ്പിന്റെ ജീവിതം എന്താ നമ്മളോട് പറയുന്നത്? ഉയർപ്പിന്റെ ജീവിതം പറയുന്നത്, പ്രത്യാശാപൂർണമായൊരു ജീവിതം പറയുന്നത് ഈ ലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അത്യാർത്തി പൂണ്ട് ഓടി നടക്കാനല്ല. നിങ്ങൾ ജീവിക്കുന്ന സാധാരണ ജീവിതം, നിങ്ങൾ ഇന്ന് അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, ഇതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഉദ്ധിതരായി ജീവിക്കാൻ പറ്റും. ഉദ്ധാനത്തിന്റെ പ്രത്യേകത, നമ്മൾ അക്ഷയത്വവും ലഘുത്വവും ദീപ്തവുമായ ജീവിതം നയിക്കണം. സാധാരണഗതിയിൽ ക്ഷയോന്മുഖമാണ് ജീവിതം. കഷ്ടതകളും നാശവും ഒക്കെ ജീവിതത്തിനുണ്ട്. ഒരു മരണം നാം നേരിടേണ്ടതുണ്ട്. ഭൗമികമായൊരു മരണത്തിന്റെ സാധ്യത നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട്. ഇന്നത്തെ ഒരു ദിവസമേ നമുക്കുള്ളൂ. ഇന്നത്തെ ഒരു ദിവസം അക്ഷയത്വത്തിൽ ഊന്നിയൊരു ജീവിതം നയിക്കാൻ എങ്ങനെ പറ്റും? എവിടെയാണ് നമ്മൾ ക്ഷയിച്ചു പോകുന്നത്? നമ്മൾ ക്ഷയിച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ ദുഃഖാർത്തരായി തീരുമ്പോഴാണ്. ദുഃഖം നമ്മെ ക്ഷയിപ്പിക്കും. ദുഃഖം വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ തോളിടിയും, നമ്മുടെ മുഖം കുനിയും, നമ്മുടെ കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെടും. അങ്ങനെ ദുഃഖിതരായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ നാം മരിച്ചവരെ പോലെ ആയിത്തീരുന്നുണ്ട്. ജെറമ്യാ പ്രവചനത്തിൽ 88:18 പറയുന്നുണ്ട്, ദുഃഖഭാരത്താൽ ഞാൻ തളർന്നു, ദുഃഖം എൻ്റെ ഹൃദയത്തെ ഭരിക്കുന്നു, മഥിക്കുന്നു. അങ്ങനെ ദുഃഖം നമ്മെ മൂടിക്കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ലോകത്തെ കാണാനേ സാധ്യമല്ല. സന്തോഷത്തിന്റെ പ്രകാശത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല, ക്രിസ്തുവിനെ കാണാൻ സാധ്യമല്ല. അവിടെ നമ്മൾ ക്ഷയോന്മുഖരായി പോകുന്നു. അക്ഷയത്വത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഉദ്ധാന ജീവിതം അക്ഷയത്വത്തിൻ്റെതാണ്, നാശമില്ലാത്ത ജീവിതം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, കൊന്നതിന് ശേഷം നിത്യാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ മാത്രം ഭയപ്പെടുവിൻ. അതെ, അവനെ മാത്രം ഭയപ്പെടുവിൻ. ലൂക്ക 12:4 വചനം ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ നാശം എന്ന് പറയുന്നത് ഈ ആത്മനാശമാണ്, ഭൗതികമായ നാശം ഒരിക്കലും നാശമല്ലെന്നാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 12-ാം തിരുവചനം പറയാണ്, യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതായി നിങ്ങൾ പ്രഘോഷിക്കുന്നുവെങ്കിൽ, യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതായി നിങ്ങൾ പ്രഘോഷിക്കുന്നുവെങ്കിൽ നിങ്ങളും ഉയർപ്പിക്കപ്പെട്ടവരായി വിശ്വസിക്കണം. നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യേശുക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ സുവിശേഷം വ്യർത്ഥമാണ്. നാം ഉദ്ധിതരാണെന്നും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുമുള്ള ബോധ്യത്തോടെ ഈ ലോകത്തെ കാണുമ്പോഴാണ് പ്രകാശത്തിന്റെ കണ്ണുകളോടെ ലോകത്തെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് നാം കാണുന്ന കാഴ്ചകൾക്കകത്തൊക്കെ ക്രിസ്തുവിന്റെ മുഖം കാണാൻ പറ്റും. ഉദ്ധാനത്തിന്റെ അനുഭവം ഉണ്ടാവും. ഒരു ക്ലേശവും നമ്മെ നശിപ്പിക്കില്ലെന്നും ഒരു ഭാരവും നമ്മെ തകർത്ത് കളയില്ലെന്നും ആർക്കും നമ്മുടെ മേൽ ആധിപത്യമില്ലെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് പറ്റും. ഭൗതിക ക്ലേശങ്ങൾ നിത്യനാശത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്നാണ് നമ്മൾ ഭയപ്പെടുക. ഒരു പനി വരുമ്പോൾ പോലും മരിച്ചു പോകുമെന്ന ഭയമാണ് നമുക്ക്. പിന്നെയാണോ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ നേരിടുക? മരിച്ചു പോകുമെന്ന ഭയമാണ്. നമുക്ക് മരണമില്ല എന്നൊരു വാസ്തവം, ക്രിസ്തുവിൽ നാം ഉദ്ധിതരായി തീർന്നിരിക്കുന്നു, നാം അവനിലാണ് ജീവിക്കുന്നത്. ഭൗമിക ലോകം നശ്വരമാണ്. ഭൗമിക ലോകത്തിനപ്പുറത്തേക്ക് നീളുന്നൊരു ജീവിതത്തിൽ നാം പ്രവേശിച്ചിട്ടുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ, പ്രത്യാശയുടെ ജീവിതം നാം നയിക്കാൻ തുടങ്ങിയാൽ നിശ്ചയമായും നമ്മുടെ ലോകവീക്ഷണം മാറും. അവിടെ ഈ ലോകത്തെ ക്ലേശങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്ക് നിസ്സാരമായിട്ട് മാറും. ഭൗമികതയുടെ മീതെ നടക്കാൻ നാം ശക്തി പ്രാപിക്കും. മിസ്റ്റർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുത് എന്ന് കൂടെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. കാരണം അവിടെ കാത്തിരിക്കുന്നത് വാളാണ്. ഇത് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പൗലോസ് പറയുന്നു, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്കറിയാം വാളാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന്, ഞാൻ അങ്ങോട്ട് പോകും. കാരണം എനിക്കറിയാം എന്നെ നിത്യമായി കൊല്ലാൻ അവർക്ക് സാധ്യമല്ല. മിസ്റ്റർ ആഗ്നസിനെ കൊല്ലാൻ നേരത്ത് പടയാളി കോടാലി കൊണ്ട് വെട്ടാൻ പോവാണ്, മഴ കൊണ്ട്. അങ്ങനെ വെട്ടാനായി പല പ്രാവശ്യം ഇങ്ങനെ ആഞ്ഞിട്ടും
ഈ കോടാലി താഴേക്ക് വരുന്നില്ല, കോടാലി മേലോട്ട് ഉയർത്തപ്പെടുന്നു, താഴേക്ക് വരുന്നില്ല. അത് കണ്ടിട്ട് ആഗ്നസ് അത്ഭുതപ്പെടുകയല്ല ചെയ്യുന്നത്, എന്നെ രക്ഷിച്ചു എന്നല്ല കരുതുന്നത്. ആഗ്നസ് ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ആ മഴുവിൻ്റെ കഴുത്തിൽ പതിക്കാൻ അനുവദിക്കണമേ, എനിക്ക് നിന്നോടുകൂടെ ചേരാൻ അതീവമായ ആഗ്രഹമാണ്. കാരണം ഈ ലോകത്ത് ഈ സംഭവിക്കാൻ പോകുന്ന നിത്യനാശമല്ല എന്ന് തിരിച്ചറിവുണ്ടായ ഉദ്ധിതയായ ഒരാളുടെ ജീവിതമാണ് ആ സംസാരിക്കുന്നത്. ഉദ്ധാനത്തിലേക്ക് വന്നുകൊണ്ടാണ്. അൽഫോൻസാമ കിടന്ന് സഹിക്കണ നേരത്ത് അൽഫോൻസാമയ്ക്ക് പരാതിയില്ലാത്തത് ഇത് ഉദ്ധാനത്തിന്റെ ജീവിതമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇത് അവസാനിക്കുന്നില്ല, ഇവിടെ അവസാനിക്കാനുള്ളതല്ല. അപ്പം അതുകൊണ്ട് ദുഃഖം നിങ്ങളെ മൂടുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഉദ്ധിതമായ ജീവിതത്തിലല്ല. ഈ ലോകത്തിലെ സംഭവങ്ങളെ സംബന്ധിച്ച് നിരന്തരം കണ്ണീരോടെ കഴിയുന്ന നിങ്ങൾ, പരാതിയോടെ കഴിയുന്ന നിങ്ങൾ നശ്വരമായ ലോകത്തെ പ്രണയിക്കുകയും അതുകൊണ്ട് നശ്വരതയെ പുൽകുകയാണ് ചെയ്യുക. നിങ്ങൾ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അത് നിങ്ങളെ ഭരിക്കാൻ തുടങ്ങും. നിങ്ങൾ ഭരിക്കുന്നത് ദുഃഖത്തെയാണ്, നിങ്ങളെ ഭരിക്കുന്നത് ദുഃഖമാണ്. കാരണം നശ്വര പ്രകൃതത്തിലാണ് നിങ്ങളുടെ പ്രത്യാശ, നിത്യമായ പ്രത്യാശയല്ല. ഉദ്ധാനം എന്നത് നിത്യമായൊരു പ്രത്യാശയാണ്, വീണ്ടെടുക്കപ്പെടലിൻ്റെ ലോകമാണ്. അങ്ങനെ അനശ്വരമായൊരു പ്രത്യാശ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഉദ്ധിതനായ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിന് മരിച്ച്, പാപത്തിന് മരിച്ച് ക്രിസ്തുവിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ബോധ്യം ഉണ്ടാവും. അപ്പോൾ ലോകം നിങ്ങളെ ഭരിക്കില്ല. ശ്രദ്ധം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. സങ്കടങ്ങളിൽപ്പെട്ട് കണ്ണീരോടെ വ്യതകളിൽ ജീവിക്കുകയാണോ ചെയ്യുന്നത്, അതോ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏത് ക്ലേശവും ഒരു ഉദ്ധാന അവസരം നമുക്ക് നൽകുന്നുണ്ട് എന്ന ബോധ്യത്തോടെ ക്ലേശങ്ങളെ സഹിച്ച് അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കർത്താവിൽ നമുക്കാകുമെന്ന ബോധ്യത്തോടെയാണോ നാം മുമ്പോട്ട് പോകുന്നത്? അങ്ങനെ ഹൃദയത്തിലൊരു ബോധ്യം ഉണ്ടാകണം. അക്ഷയത്വം എന്ന കാര്യത്തിൽ നമുക്ക് ഉറയ്ക്കാൻ പറ്റണം. നാം ക്ഷയിച്ചു പോകില്ല, നമ്മെ ഒന്നിനും നശിപ്പിക്കാനാവില്ല. നാം ഈ ലോകത്തിൽ അവസാനിക്കുകയല്ല, നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കടന്നു പോകൽ മാത്രമാണ് നമുക്കുള്ളത്. ഭൗമിക ജീവിതം യഥാർത്ഥത്തിൽ ഉദ്ധിതരുടെ ലോകം കൂടിയാണെന്നറിയണം. മരണശേഷമല്ല, ഈ ലോകത്ത് തന്നെ ക്രിസ്തുവിൽ മരിച്ച് ഉദ്ധിതരായവരാണ് നമ്മളെന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 25-ാം തിരുവചനത്തിൽ, ഞാൻ ഉദ്ധാനം അഥവാ ജീവനാണ്. മലയാളം ബൈബിളിൽ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്നാണ്. യഥാർത്ഥത്തിൽ ഗ്രീക്ക് ബൈബിൾ പറയുന്നത് ഞാൻ ഉദ്ധാനം അഥവാ ജീവനാണ്. അങ്ങനെ ഉദ്ധാനവും ജീവനുമായ ഒരുവൻ അകമയുണ്ടെന്ന ബോധ്യത്തോടെ നാം നിത്യമായ മരണത്തിലല്ലെന്നും നിത്യമായ മരണം അന്ത്യവിധിയിൽ മാത്രമേ ഉള്ളെന്നും നാം ഉയർപ്പിക്കപ്പെട്ടവരാണെന്നും ഉദ്ധാനത്തിൻ്റെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെടുന്നുവെന്നും നമുക്ക് ബോധ്യമുണ്ടാകണം. അങ്ങനെ പ്രത്യാശയുള്ളവരായി നമുക്ക് ലോകത്തെ നേരിടാൻ കഴിയണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ചവരായി നമുക്ക് ജീവിക്കാൻ പറ്റുക. രണ്ടാമത് ലഘുത്വമാണ്. നമ്മൾ ഹൃദയഭാരമുള്ളവരായിട്ടാണ് ജീവിക്കുക. ഭയങ്കര ഭാരമാണ് ഹൃദയത്തിന്. സങ്കടങ്ങൾ ആധിക്യമുണ്ടായി ഭാരപ്പെട്ട ഹൃദയത്തോടെയാണ് ജീവിക്കുക. ഭാരരഹിതമായൊരു ജീവിതം ഉണ്ടാകണം. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ദുഃഖത്തെയും ഭാരത്തെയൊക്കെ പരിഹരിക്കാൻ പറ്റുക? വളരെ എളുപ്പത്തിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്കൊരു കാലുവേദനയുണ്ട്, ഭയങ്കര വേദനയാണ്, നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാവൂ. ഭയങ്കര കാലുവേദനയാണ്. ആ കാലുവേദനയെ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്നല്ല പറയണേ, ആ കാലുവേദനയെ ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കതിൽ നിന്ന് മോചനം നേടാൻ പറ്റും. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. രാത്രി കിടക്കാൻ നേരത്ത് കാലുവേദന ഉണ്ടാകുന്നയാൾ, കൈയും കാലുമൊക്കെ ഭയങ്കര വേദന ഉണ്ടാകുന്നയാൾ, നമ്മൾ പറയും എന്തൊരു കഷ്ടമാണ്, ഒന്ന് വിശ്രമിക്കാൻ വന്ന് കിടക്കുമ്പോൾ വേദനകളൊക്കെ കൂടി വരും. എന്തുകൊണ്ടാണ് ആ സമയത്ത് വേദന വരുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പകൽ മുഴുവൻ ഓടി നടക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ വൈറ്റൽ ഫോഴ്സ് മുഴുവനും അധ്വാനത്തിന് വേണ്ടി പോകും. പിന്നെ കുറേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം ദഹിപ്പിക്കാൻ കുറേ വൈറ്റൽ ഫോഴ്സ് പോകും. പിന്നെ ലൈംഗികതയുണ്ട്, ലൈംഗികതയ്ക്ക് കുറേ പോകും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരത്ത് വൈറ്റൽ ഫോഴ്സ് കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് രാത്രി ഒരു പണി നടക്കുകയാണ് ശരീരത്തിനകത്ത്. നമ്മുടെ നാട്ടിൽ തിരക്കുള്ള റോഡൊക്കെ രാത്രി പണിയാണ്, കണ്ടിട്ടില്ലേ? അതേപോലെ ശരീരകോശങ്ങളെ പുനർനിർമ്മിക്കാൻ വേണ്ടി, കേടുപോക്കാൻ വേണ്ടി അകത്ത് നടക്കുന്ന പ്രവർത്തനമാണ് ഈ വേദനയായിട്ട് അനുഭവപ്പെടുന്നത്. നമ്മൾ പുരട്ടുന്ന ബാമൊക്കെ ഉണ്ടല്ലോ, ഇത് ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അത് ത്വരിതപ്പെടുമ്പോൾ പെട്ടെന്ന് അത് അവസാനിക്കും. നാം അത് ഗുളിക കഴിച്ച വേദന അവസാനിപ്പിച്ചാലോ ശരീരം കേടുപോക്കുന്ന പ്രക്രിയ ബ്ലോക്കായി പോകും. അങ്ങനെ സംഭവിച്ചാൽ ശരീരം കേടായിത്തീരുമെന്ന് അതിനർത്ഥം. ഇനി നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ നമ്മെ ഇങ്ങനെ പുനർനിർമ്മിക്കുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കതിൽ നിന്ന്
ലാഭം കൊയ്യാൻ പറ്റും. നാം അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് ലാഭകരമാക്കി മാറ്റാം. പക്ഷെ ഈ സഹനം ഉണ്ടല്ലോ, ഈ സഹനത്തെ നമ്മൾ എങ്ങനെയാണൊന്ന് ക്യാൻസൽ ചെയ്യുക? വളരെ എളുപ്പത്തിൽ കഴിയും. നിങ്ങളുടെ വേദനകൾ അതേസമയം കുരിശിൽ മരിക്കുന്ന യേശുവിൻ്റെ വേദനകളുമായി ഒന്ന് ചേർത്ത് വയ്ക്കുക. ആ വേദനകളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ രക്ഷാകരമായ ആ വേദനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലെ ഈ വേദനകളെ നീക്കും. ഇനി നിങ്ങൾ മരുന്ന് കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മരുന്ന് കഴിക്കേണ്ടത് വേറെ എന്തിനു വേണ്ടിയാണ്? മരുന്ന് കഴിക്കേണ്ടത് നമ്മുടെ താൽക്കാലികതയ്ക്ക് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറുന്നത് ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുമ്പോഴാണ്. നിങ്ങൾ അപമാനിതനായി, വളരെ ദുഃഖമുള്ള കാര്യമാണ്. ഇല്ലാത്തതൊക്കെ നിങ്ങളെ ആളുകൾ വിളിച്ചു പറയുന്നു, പോസ്റ്റർ അടിക്കുന്നു, നിങ്ങൾ ആകെ കഷ്ടത്തിലായി. ഇപ്പം അങ്ങനെയാണല്ലോ, ട്രോളുന്നു, അല്ലെങ്കിൽ സൈബർ ആക്രമണം ഉണ്ടാവുന്നു, ഭയങ്കരമാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ വിഷമിക്കണേ? ഭയങ്കര സങ്കടം ഉണ്ടാവുന്നു, അപമാനിതനാവുന്നു. അപമാനിതനായി ഒരു തെറ്റും ചെയ്യാതെ പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ മതി, അവിടെ തീരാവുന്നതേ ഉള്ളൂ. അവൻ ഒരു തെറ്റും ചെയ്തില്ല, പക്ഷെ അവൻ കുറ്റവാളിയായി വിധിക്കപ്പെട്ടു. അവനിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന അപമാനങ്ങളും സഹനങ്ങളും ഒക്കെ നിസ്സാരങ്ങളായി നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ഹൃദയം ഉണരും, ഇതിനെ അതിജീവിക്കാൻ പറ്റും, അപമാനത്തിൽ താഴ്ന്നു പോകാതിരിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ദുഃഖിതരായിത്തീരുമ്പോൾ നമുക്ക് ഈ കുഴപ്പം സംഭവിക്കുന്നുണ്ട്, അക്ഷയത്വത്തിൽ നിന്ന് നാം പോകുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഭാരം അനുഭവിക്കുന്നുണ്ട്, ലഘുത്വമില്ലാത്തവരായിട്ട് പോകും. നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് യജമാനുമായിട്ടാണ്. പറഞ്ഞില്ലേ, യജമാനൻ ഇങ്ങനെയാണ് അനുഭവിക്കുന്നതെങ്കിൽ ദാസന്റെ ഗതി എന്താവും? യജമാനൻ അനുഭവിച്ചത് ഈ കഠിനമായ ക്ലേശമാണ്. അപ്പം ഞാനും ഈ വഴിയിലാണ്. ഞാനൊരു സഹനത്തിലേക്ക് പെടുമ്പോൾ ഞാൻ തിരിച്ചറിയേണ്ടത് ഞാൻ ക്രിസ്തു മാർഗത്തിലാണെന്നാണ്. യേശുവിൻ്റെ സഹനത്തോട് പങ്കുചേരാൻ എൻ്റെ അവസരം ലഭിച്ചെന്നാണ് പത്രോസ് അങ്ങനെ പറയണേ. നിങ്ങൾക്ക് ലഭിച്ച ഈ അവസരം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിൻ്റെ സഹനത്തോട് പങ്കുചേരാനുള്ള അവസരമായിട്ടാണ്. അങ്ങനെ പങ്കുചേരാനുള്ള അവസരമായിട്ട് കാണുമ്പോൾ ക്രിസ്തുവും നാമും തമ്മിൽ ഐക്യപ്പെടുന്നൊരു അനുഭവമായി നമ്മുടെ സങ്കടങ്ങളുടെ വേളകൾ മാറിത്തീരും. അവിടെ നമ്മൾ ലഘുത്വം അനുഭവിക്കും, ഭാരക്കുറവ് അനുഭവിക്കും. പ്രത്യാശയിൽ ഉറയ്ക്കുമ്പോൾ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിൽ നാം ഇങ്ങനെ സുരക്ഷിതരാണ്, ഭാരരഹിതരായി നമുക്ക് ജീവിക്കാൻ പറ്റും. ഹൃദയഭാരമകന്ന്. ലോകത്തെ ഏറ്റവും വലിയ ഭാരം ഹൃദയഭാരമാണ്. തലയ്ക്കെടുക്കുന്ന ചുമടിനേക്കാൾ വലുതാണ് ഹൃദയത്തിനുണ്ടാകുന്ന ഭാരം. കുട്ടികളെ കണ്ടിട്ടില്ലേ? അവർക്ക് ഹൃദയഭാരം ഇല്ല. അവർ കരയുമ്പോൾ വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും. ഏങ്ങലടിച്ച് കരയും കുട്ടികൾ. അപ്പോൾ വയറിങ്ങനെ വീർത്ത് ചുങ്ങിക്കൊണ്ടിരിക്കും. മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ നെഞ്ചു വിങ്ങിപ്പൊട്ടിയാണ് കരയുക. ഹൃദയത്തിനാണ് ഭാരം മുഴുവൻ. സഹിക്കാൻ പറ്റുന്നില്ല, ഹൃദയത്തിനാണ് എല്ലാം അനുഭവപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ഹൃദയഭാരം അകന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ഉണ്ടാകേണ്ടത്. ലഘുത്വം ഉണ്ടാകണം. ഞാൻ നിന്റെ പൈതൽ എന്ന നിലയ്ക്ക്, ഞാൻ നിന്റെ അടിമ എന്ന നിലയ്ക്ക്, ഞാൻ നിന്റെ സ്വന്തം എന്ന നിലയ്ക്ക് എനിക്ക് നിൽക്കാൻ കഴിയുമ്പോൾ, നിന്നിലാണ് ഞാനെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ കുരിശുകളൊക്കെ ചുമക്കുന്നത് ക്രിസ്തുവായിട്ട് മാറും. ഭാരം വഹിക്കുന്നവൻ അവനാണ് അത് പരിചയമുള്ളത്. അതുകൊണ്ട് ഹൃദയഭാരം അകന്നൊരു ജീവിതം ഉണ്ടാകുമ്പോൾ, ഹൃദയത്തിൻ്റെ വ്യഥകളൊക്കെ കർത്താവിൽ അർപ്പിച്ച് നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുമ്പോൾ ലഘുത്വം ഉണ്ടാകും. മൂന്നാമത്, ദീപ്തമാകണം ജീവിതം, പ്രകാശിക്കുന്ന ജീവിതമാകണം. എങ്ങനെയാണ് പ്രകാശിക്കുക? പ്രകാശിക്കുക എന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുക. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടും ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടും ഞാൻ. അങ്ങനൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ അകത്തുനിന്ന് ഉണരുന്നൊരു കാര്യമാണ് ആനന്ദം, പ്രകാശം, ദീപ്തമായ മുഖം ഉണ്ടാവും. ഞാനൊരിക്കൽ എറണാകുളത്തുള്ള ലിസി ആശുപത്രിയിൽ ഒരു പുരോഹിതന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ശുശ്രൂഷയുടെ ആരംഭകാലത്താണ്. ഒരു സിസ്റ്റർ എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് ഒരാളെ കാണാൻ. അച്ഛൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. BC അച്ഛനാണ്. പ്രാസംഗികനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അവിടുത്തെ ചുമതലകളൊക്കെ നോക്കി സന്യാസാശ്രമത്തിൽ കഴിഞ്ഞിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് അന്നനാളം മുതൽ കുടലും ആമാശയും ഒക്കെ എടുത്തു മാറ്റിയ നിലയിൽ മരണം നേരിടാൻ വേണ്ടി കിടക്കുന്ന ഒരാൾ.
ഞാനാകട്ടെ പുരോഹിതന്മാരെ ഒത്തിരി അവഹേളിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അവർക്കെതിരെ കള്ളക്കഥ പറയുക, അവരെ ആക്ഷേപിച്ച് കഥകൾ ഉണ്ടാക്കുക, പൗരോഹിത്യത്തെ അവഹേളിക്കുന്ന ഒരു പ്രധാനമായ വിഷയമായിരുന്നു എനിക്ക്. കാരണം സഭ എൻ്റെ ശത്രുവായിട്ടാണല്ലോ വിശ്വാസമില്ലാത്ത കാലത്ത് ഞാൻ കരുതിയിരുന്നത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള എന്നെ വിളിച്ചുകൊണ്ടാണ് ഈ കന്യാസ്ത്രീ പോകുന്നത്. ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഞാൻ കാണുന്നത് കട്ടിൽ പറ്റ കിടക്കുന്ന ഒരാളാണ്. ബെഡുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. ശരീരമൊക്കെ പോയി. ആകെയുള്ളത് 2 കണ്ണുകളാണ്, തിളങ്ങുന്ന 2 കണ്ണുകൾ, പ്രകാശിക്കുന്നൊരു മുഖം. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹത്തിന് ഒരു കൈയിലേക്ക് എപ്പോഴും ട്രിപ്പ് കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജീവിക്കുന്നത്. മരണം അടുത്തെത്തിയ ആളാണ്. വിശുദ്ധ കുർബാന തിരുവോസ്തി രൂപത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല. ഹോളി ബ്ലഡ് മാത്രമേ പറ്റുള്ളൂ. കാരണം ദഹനേന്ദ്രിയം ആ അവയവമേ ഇല്ല. അങ്ങനെ കിടക്കാം. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിന് ഒരു ഇടയ്ക്കിങ്ങനെ ഹാ എന്ന് കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പം അദ്ദേഹം കൈയും കാലും ഒന്നും അനക്കാണ്ട് കിടക്കുകയാണ്. അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഭിത്തിയിലേക്ക് ചൂണ്ടിക്കാട്ടി. ഭിത്തിയിൽ മാതാവിൻ്റെയും ഔസേപിതാവിൻ്റെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിച്ചു. എന്നിട്ട് എന്ന് കാണിച്ചു. അതിനർത്ഥം ഇവരൊക്കെ കൂടെ ഉണ്ട് എന്നാണ്. സ്വർഗത്തിലാണെന്ന്, കിടക്കണത് മരണത്തിലാണ്, സ്വർഗത്തിലാണെന്ന് പറയണേ. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായി ആ മനുഷ്യൻ എന്നോട് മുട്ടുകുത്താൻ പറഞ്ഞു. ഞാൻ മുട്ടുകുത്തി. എൻ്റെ ശിരസിൽ കൈവച്ചു. ഞാൻ വാവിട്ട് കരഞ്ഞു. ലിസി ആശുപത്രി നടുങ്ങുന്ന രീതിയിൽ അലറി ഞാൻ കരഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുരോഹിതർക്കെതിരെ പറഞ്ഞിട്ടുള്ള എല്ലാ അവഹേളനങ്ങളും, അവരോട് കാണിച്ച എല്ലാ എതിർപ്പും കഴുകപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. മരണത്തിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യൻ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിച്ചതെന്ന് ബോധ്യമുണ്ടാകുമ്പോൾ അല്പം പോലും പതറിപ്പോകാതെ കഠിനമായ വേദനയുടെ മുഹൂർത്തത്തിലും സ്വർഗം കണ്ട് ജീവിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ മനുഷ്യൻ്റെ കൈവച്ചപ്പോൾ എൻ്റെ സകല തിന്മകളും നീങ്ങിപ്പോകുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മനസ്സിലാക്കേണ്ടതുണ്ട്, പ്രകാശിക്കുന്ന ജീവിതമായിട്ട് മാറാൻ പറ്റണം. അങ്ങനെ പ്രകാശിച്ച ആത്മാക്കളാണ് ഈ ലോകത്ത് വിശുദ്ധരായി നാം എന്ന് പറയുന്ന അനേകം. ഭർണതീത്ത രോഗത്തിലായിരുന്നു, രോഗക്കിടക്കയിൽ പ്രകാശിക്കുകയാണ്. അവളുടെ ചുറ്റും സുഗന്ധമാണ്. അവൾക്ക് സങ്കടമില്ല. വിശുദ്ധ അൽഫോൻസ്, അവൾക്ക് സങ്കടമില്ല. കർത്താവിൻ്റെ ബലിമേശയിൽ അർപ്പിക്കപ്പെട്ട ജീവിതമാണ്, അത് എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവൾക്ക് സങ്കടമില്ല. എൻ്റെ ലൗകിക ആശ്വാസങ്ങൾ കയ്പായി പകർത്തണമേ എന്ന് ദൈവത്തോട് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരാളുടെ പേരാണ് അൽഫോൻസ. ആ ചങ്കൂറ്റം എവിടെ നിന്നാണ്? ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ നിന്നാണ്, ക്രിസ്തുവിൽ നിന്നാണ്. ശുലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടതുണ്ട്, സങ്കടങ്ങളുടെ വഴിയുള്ളൊരു യാത്രയല്ല ക്രൈസ്തവ ജീവിതം, ഉദ്ധാനത്തിൻ്റെ വഴിയുള്ള യാത്രയാണ്. അതുകൊണ്ട് ലോകത്തിലെ ഞെരുക്കങ്ങളും കഷ്ടതകളും ക്ലേശങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉയരുമ്പോൾ അവയെ അതിജീവിക്കാൻ കരുത്തുള്ള ഒരുവൻ അകമേ വസിക്കുന്നു എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം. ലോകത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കർത്താവിനെ മൂർത്തിയാക്കി ചിത്രീകരിക്കുകയല്ല വേണ്ടത്. ലോകത്തെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ നമ്മുടെ ജീവിതം നാം അർപ്പിക്കുമ്പോഴും ഈ ലോകത്തെ ക്ലേശങ്ങളെ മറികടക്കാൻ അധ്വാനിക്കുമ്പോഴും തിരിച്ചറിയണം, ആ അധ്വാനം ഉദ്ധിതനായ ഒരുവനോടുകൂടെയാണ്. അവൻ അകമേ വസിക്കുന്നുണ്ട്, അവൻ വിജയം വരിച്ചവനാണ്. കുരിശുകളെ അതിജീവിച്ച ക്രിസ്തു ഹൃദയത്തിനകത്തുണ്ട്. അതുകൊണ്ട് ജീവിത കുരിശുകളെ നിങ്ങൾ വഹിക്കുമ്പോഴും ആ കുരിശുകളെ ലഘൂകരിക്കാൻ, വിജയത്തിലെത്തിക്കാൻ, നിങ്ങളെ നിരന്തരമായ ആനന്ദത്തിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരുവൻ അകമയുണ്ട്. അവനെ തിരിച്ചറിയുന്ന ജീവിതത്തിൻ്റെ പേരാ ക്രൈസ്തവ ജീവിതം. അല്ലാതെ കഷ്ടതകളുടെ വഴിയിൽ ഉഴറാൻ വേണ്ടിയല്ല. ഈ ലോകത്തിലെ ജീവിത സമസ്യകളെ നേരിടാൻ വേണ്ടിയാണ്. അവയ്ക്ക് ഉത്തരം ആയ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞും പ്രഘോഷിച്ചും ജീവിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും സങ്കടപ്പെട്ടു പോകാനല്ല, കണ്ണീരിൻ്റെ ലോകത്തേക്കല്ല. കണ്ണീർ മായ്ക്കുന്നൊരുവനെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി കണ്ടുകൊണ്ടും അവനെ ഉള്ളിൽ വഹിച്ചുകൊണ്ടും ലോകത്തിൻ്റെ കണ്ണീരൊപ്പാനാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത്. അതാണ് ക്രൈസ്തവ ജീവിതം. അതുകൊണ്ട് ജീവിതാവശ്യങ്ങൾ നിറവേറ്റാനുള്ള കുറുക്കു വഴിയായ ദൈവത്തെ കാണരുത്, ക്രിസ്തുവിനെ കാണരുത്.
ലോകത്തെ ജയിച്ച ഒരുവൻ അകമേയുള്ള ബോധ്യത്തിൽ ലോകത്തെ വേദനകളെയും കഷ്ടതകളെയും സഹനങ്ങളെയും മറികടക്കാൻ നമുക്ക് കെൽപ്പുണ്ട്, നമ്മിൽ പ്രകാശമുണ്ടെന്ന ബോധ്യത്തോടെ നമുക്ക് പ്രകാശിതരായി ജീവിക്കാൻ പറ്റണം. അക്ഷയത്വവും ലഘുത്വവും ദീപ്തവുമായൊരു ജീവിതം കൊണ്ട് ലോകത്തെ നമുക്ക് ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ കഴിയണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.